പെൺകുട്ടികളും സ്ത്രീകളും ഈ നാട്ടിൽ അനുഭവിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. വസ്ത്രം വാങ്ങാൻ ടെക്സ്റ്റൈൽസിൽ പോയാലോ, ജോലിസ്ഥലത്ത് യൂണിഫോം മാറുന്ന മുറിയിൽ കയറിയാലോ ഒളിക്യാമറകൾ വെച്ചിട്ടുണ്ടോ എന്ന ആശങ്ക. സ്ത്രീകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി അതിൽ ആനന്ദം കണ്ടെത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ പലയിടത്തും കാണാം. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ലൈംഗിക വൈകൃതത്തിന് ഇരകളാകുന്നവർ നീതി തേടിപ്പോകുന്നത് പോലീസ് സ്റ്റേഷനുകളിലാണ്. എന്നാൽ ചില സ്റ്റേഷനുകളിൽ പോലും സ്ത്രീകളുടെ സ്വകാര്യത ഒരു ചോദ്യചിഹ്നമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ നിന്നാണ് ഒളിക്യാമറ കണ്ടെത്തിയത്. പോലീസുകാരനായ വൈശാഖൻ സഹപ്രവർത്തകരായ കൂടുതൽ പേരുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തിയിട്ടുണ്ടാകുമോ? അറസ്റ്റിലായ വൈശാഖനെതിരെ എന്ത് നടപടിയാകും സ്വീകരിക്കുക? ഇതോടൊപ്പം തൃശ്ശൂരിലെ ഇരട്ട കൊലപാതകവും കാസർകോട്ടെ തെയ്യം കലാകാരൻ്റെ ദുരൂഹ മരണവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടവരും നിയമം നടപ്പാക്കേണ്ടവരുമാണ് പോലീസുകാർ. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പറഞ്ഞാൽ ഈ നാട് എത്രത്തോളം അധപ്പതിച്ചെന്ന് മനസ്സിലാകും. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ സ്റ്റേഷനിലെ തന്നെ പോലീസുകാരനായ വൈശാഖനാണ് അവിടെ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. അതുകൊണ്ട് തീർന്നില്ല. പിന്നീട് അയാൾ നഗ്ന ചിത്രങ്ങൾ അയച്ച് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ അറസ്റ്റിലായ വൈശാഖനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി ഇയാൾ സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് വൈശാഖ് ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. കഴിഞ്ഞ 7 മാസത്തോളമായി ഇയാൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത്. ഒളിക്യാമറയിൽ പകർത്തിയ നഗ്നചിത്രങ്ങൾ അയച്ച് ഒരു ഉദ്യോഗസ്ഥയെ വൈശാഖ് ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഉദ്യോഗസ്ഥ വനിതാ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് CPO വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വകുപ്പ് തല നടപടികൾ ആരംഭിച്ചതായും SP വ്യക്തമാക്കി. ഇതിൽ വനിതാ പോലീസിന്റെ പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസുകാരൻ്റെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റൽ നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ നടപടി നിശ്ചയിച്ചു. ഇതിലിപ്പോൾ FIR ആയിട്ടുള്ള അന്വേഷണം സൈബർ പോലീസ് സ്റ്റേഷനാണ് നടത്തുന്നത്. ഇടുക്കി സൈബർ പോലീസ് സ്റ്റേഷനാണ് SHO അന്വേഷിക്കുന്നത്. അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളുണ്ടാവും. IT ആക്ടിൻ്റെ സെക്ഷൻസ് ഉണ്ട്. BNS 75, 76, 77 അതെല്ലാം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇനി കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് കൂടുതൽ അന്വേഷണം ഇല്ല. സമാനമായിട്ടുള്ളതല്ല. വൈശാഖിനെ അറസ്റ്റ് ചെയ്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നഗ്നചിത്രങ്ങൾ ഇയാൾ പകർത്തിയതായി കണ്ടെത്തി. സ്റ്റേഷനിൽ വനിതാ ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്നതിനുള്ള മുറിയിൽ ഒളിക്യാമറ വയ്ക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയുമായിരുന്നു ഇയാൾ. പ്രതിയുടെ ഫോണിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തിയതോടെയാണ് സൈബർ കുറ്റം ഉൾപ്പെടെ ചുമത്തി വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 ഇടുക്കി. തൃശ്ശൂർ പടിയൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി പ്രേംകുമാർ നാടുവിട്ടത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ഒരാഴ്ചയോളമായി അയാൾക്കു വേണ്ടി പോലീസ് കേരളത്തിലും പുറത്തും തിരച്ചിൽ നടത്തി. പിന്നീട് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഒടുവിൽ ഇരിങ്ങാലക്കുട പോലീസിന് ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുന്നു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു വിവരം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. കൂടുതൽ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാകൂ. 2 ഭാര്യമാരെ ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ.
ഭാര്യയെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ രേഖയെയും അമ്മ മണിയെയും കൊലപ്പെടുത്തി ഇയാൾ നാടുവിട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. പടിയൂരിലെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് കൊലപാതക വിവരം പുറംലോകം അറിഞ്ഞത്. ഭാര്യയെ സംശയം കാരണം പ്രേംകുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. രേഖയുടെ മൃതദേഹത്തിൽ 3 ചിത്രങ്ങളും പ്രതി കുത്തിവച്ചിരുന്നു. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവച്ചിരുന്നത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും ഇതോടൊപ്പം കണ്ടെത്തിയിരുന്നു. 2 ദിവസമായി അമ്മയെയും രേഖയെയും ഫോണിൽ കിട്ടുന്നില്ലെന്ന് രേഖയുടെ സഹോദരി പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ആദ്യ ഭാര്യയായ വിദ്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇയാൾ അധ്യാപികയായ രേഖയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിച്ചതും. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ രേഖ 5 മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത്. സംശയം കാരണം രേഖയുടെ ഫോൺ പ്രേംകുമാർ പിടിച്ചുവെച്ചിരുന്നു. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനായാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടി. ന്യൂസ് 18 തൃശൂർ. കാസർഗോട്ടെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് സതീശൻ എന്ന ബിജു. നാട്ടിലാണെങ്കിൽ അയാൾക്ക് കുറേ സൗഹൃദങ്ങളുണ്ട്. രാത്രിയായാൽ കൂട്ടുകൂടി കുറച്ച് മദ്യമൊക്കെ കഴിക്കും. കഴിഞ്ഞ ദിവസം സതീശൻ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി മദ്യപിച്ചു. അതിനിടെ ചെറിയ വാക്കുതർക്കവും ഉണ്ടായി. പിന്നീട് കേട്ടത് സതീശൻ്റെ മരണവാർത്തയാണ്. വാക്കുതർക്കത്തിനിടെ സതീശനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് ചിദാനന്ദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്കാര ചടങ്ങിൽ ചിദാനന്ദൻ പങ്കെടുക്കാതിരുന്നതാണ് സംശയത്തിന് കാരണമായതും പിന്നീട് അത് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയായ ചോമണ്ണ നായിക്കിന്റെ വീട്ടുവരാന്തിയിൽ സതീശനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. അയൽവാസികളുടെ സഹായത്തോടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിൽ സതീശന്റെ കഴുത്തെല്ല് പൊട്ടിയതായി കണ്ടെത്തി. ശരീരത്തിന്റെ പിന്നിലും ആന്തരിക പരിക്കുള്ളതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സുഹൃത്ത് ചിദാനന്ദയെ ബേഡകം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരിച്ച സതീശനും ചിദാനന്ദനും പലപ്പോഴും അയൽവാസിയായ ചോമണ്ണ നായിക്കിന്റെ വീട്ടിലെത്തി മദ്യപിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇരുവരും പതിവ് പോലെ മദ്യപിച്ചു. വീട്ടുടമസ്ഥനും മദ്യം നൽകി. തുടർന്ന് സതീശനും ചിദാനന്ദനും വാക്കുതർക്കത്തിലേർപ്പെടുകയും വരാന്തിയിലിരുന്ന സതീശനെ ചിദാനന്ദൻ പിന്നിൽ നിന്ന് തള്ളി താഴെയിടുകയുമായിരുന്നു. തലകീഴായി വീണ സതീശനെ മറ്റൊരാളുടെ സഹായത്തോടെ എടുത്തുകൊണ്ടുപോയി വരാന്തിയിൽ കിടത്തി. വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് നൽകി. പിന്നീട് സതീശൻ ഉറങ്ങുകയാണെന്ന് കരുതി ചിദാനന്ദ സ്ഥലം വിടുകയായിരുന്നു.
പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴോ സംസ്കാര ചടങ്ങിലോ ചിദാനന്ദൻ പങ്കെടുത്തിരുന്നില്ല. ഇതും സംശയത്തിന് ആക്കം കൂട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും ബേക്കൽ ഡിവൈഎസ്പി വി മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ തന്ത്രപരമായ അന്വേഷണവുമാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചുമത്തിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. മോഷണ കേസിന്റെ തെളിവെടുപ്പിനിടെ പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ പ്രതിയുടെ ശ്രമം. പാലക്കാട് കൽമണ്ഡപത്ത് നടന്ന തെളിവെടുപ്പിനിടെ ഇതര സംസ്ഥാന മോഷ്ടാവ് മണിമാരനാണ് SI ഹർഷാദിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത്. ജാഗ്രതയോടെ നിന്ന് SI ഹർഷാദ് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിയെ തള്ളി വീഴ്ത്തി കീഴടക്കി. കഴിഞ്ഞ മാസം 14-ന് പാലക്കാട് പ്രതിഭാനഗറിലെ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ നിന്ന് 8 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് മണിമാരൻ. പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗറിൽ നടന്ന തെളിവെടുപ്പിനിടെയാണ് പോലീസിന്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമമുണ്ടായത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണിമാരനാണ് പരാക്രമം നടത്തിയത്. മുകൾ നിലയിലെ തെളിവെടുപ്പിന് ശേഷം താഴെ കൊണ്ടുവന്ന് മോഷണ രീതി പോലീസ് ചോദിച്ചു മനസ്സിലാക്കുന്നതിനിടെ പൊടുന്നനെ മണിമാരൻ SI ഹർഷാദിന്റെ തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഹർഷാദ് പ്രതിയെ തള്ളി വീഴ്ത്തി കീഴടക്കി. വീടിന് പുറത്ത് മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമടക്കം നിരവധി ആളുകൾ ഉള്ളപ്പോഴാണ് സംഭവം. തോക്ക് തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാകാം പ്രതി നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ മാസം 14-നാണ് പ്രതിഭാനഗറിലെ പൂട്ടിക്കിടന്ന 3 വീടുകളിൽ നിന്ന് പ്രതി മണിമാരൻ 8 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചത്. തുടർന്ന് സംസ്ഥാനം വിട്ട ഇയാൾ സമാനമായ മറ്റൊരു കേസിൽ കോയമ്പത്തൂരിൽ പിടിയിലായി. അവിടെ നിന്നാണ് കേരള പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് മണിമാരൻ. ഇയാൾക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി 70ഓളം കേസുകളാണ് നിലവിലുള്ളത്. തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ പിടികിട്ടാപ്പുള്ളി പട്ടികയിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്ന കേസിൽ അടിമുടി ദുരൂഹത. പരാതിക്കാരനായ അരവിന്ദ് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ആദ്യം പണം കൊണ്ടുപോയത് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്കെന്ന് പറഞ്ഞ അരവിന്ദ് പിന്നീട് ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്കെന്ന് മൊഴി മാറ്റി. സംഭവസ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന 8 ബാങ്ക് ജീവനക്കാരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ഷിബിൻലാലിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണ്. ഇയാൾ പണവുമായി കടന്നു കളഞ്ഞ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പന്തീരാങ്കാവ് കോഴിക്കോടൻ കുന്നിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് സ്കൂട്ടർ കണ്ടെടുത്തത്. വണ്ടി പ്രതിയുടേതല്ലെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. വാഹനം മോഷ്ടിച്ചതാണോ വാടകയ്ക്കെടുത്തതാണോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം എടുക്കാനെന്ന വ്യാജേന കഥയുണ്ടാക്കിയാണ് ഷിബിൻലാൽ ബാങ്കിനെ സമീപിച്ചതും പണം കവർച്ച നടത്തിയതും. പന്തീരാങ്കാവിലെ അക്ഷയ ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ ഷിബിൻലാൽ പണയം വെച്ചെന്ന് പറഞ്ഞ സ്വർണം തിരികെയെടുത്ത് ഇസാഫിലേക്ക് പണയം മാറ്റാനാണ് 40 ലക്ഷം രൂപയുമായി ജീവനക്കാർ എത്തിയത്. എന്നാൽ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ബാങ്ക് ജീവനക്കാരന്റെ മൊഴി. കവർച്ചയ്ക്ക് പിന്നിൽ ഷിബിൻലാൽ മാത്രമല്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. കൃത്യത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവുമുണ്ട്.
ഷിബിൻലാലിന് കൈമാറാനായി കാറിൽ നിന്ന് പണം പുറത്തെടുത്തപ്പോൾ തന്നെ തട്ടിപ്പറിച്ചോടിയെന്നാണ് ബാങ്ക് ജീവനക്കാരൻ അരവിന്ദ് പോലീസിന് നൽകിയ മൊഴി. പണം തട്ടിപ്പറിച്ചോടിയിട്ടും എന്തുകൊണ്ട് ഒപ്പമുണ്ടായിരുന്നവർ ഇടപെട്ടില്ല എന്നതിന് ജീവനക്കാർക്ക് ഉത്തരം നൽകാനായിട്ടില്ല. പണം തട്ടിയെടുത്ത സ്ഥലത്ത് CCTV ഇല്ലാതെ വന്നത് എങ്ങനെയെന്നതും ദുരൂഹമാണ്. അരവിന്ദിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലേക്കാണ് പണയം എടുക്കുന്നതിന് പോയതെന്ന് ആദ്യം മൊഴി നൽകിയ ഇയാൾ പിന്നീട് ഇത് ഒളവണ്ണ സഹകരണ ബാങ്കിലേക്കെന്ന് മാറ്റി. ഇയാൾ ഉൾപ്പെടെ 8 ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകി എന്നതടക്കം സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഒരേ സമയം പല വിവാഹ ജീവിതങ്ങൾ, വിവിധയിടങ്ങളിൽ താമസം, സിനിമയെ പോലും വെല്ലുന്ന കഥകളാണ് എറണാകുളം കാഞ്ഞിരമറ്റ സ്വദേശിനി രേഷ്മയുടേത്. വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതിയായ രേഷ്മ ആരെയൊക്കെ കബളിപ്പിച്ചെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇവർ സാമ്പത്തികമായി ആരെയും വഞ്ചിച്ചിട്ടില്ലെങ്കിലും വിശദമായ അന്വേഷണം നടത്താൻ പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ശനിയാഴ്ച വൈകിട്ട് 5 മണി വരെയും കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ കോട്ടയം, തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രേഷ്മയെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആര്യനാട് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ആര്യനാട് സ്റ്റേഷനിലെ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കിട്ടിയതായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കോട്ടയം, തൊടുപുഴ, വാളകം തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കണം എന്നായിരുന്നു പോലീസിന്റെ വാദം. ഇത് അംഗീകരിച്ചാണ് നെടുമങ്ങാട് കോടതി രേഷ്മയെ ശനിയാഴ്ച വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം, തിരുമല, ആര്യനാട് എന്നിവിടങ്ങളിൽ കബളിപ്പിക്കപ്പെട്ടവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. 2024 മുതൽ വിവാഹം ചെയ്തവരുടെ വിവരങ്ങളും വീടും മാത്രമേ രേഷ്മ പോലീസിനോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളൂ. ആര്യനാട്ടെ തെളിവെടുപ്പിന് ശേഷം തൊടുപുഴ കാവുംപുറത്തും വാളകത്തും കോട്ടയത്തുള്ള ഭർത്താവിന്റെ വീട്ടിലും രേഷ്മയെ തെളിവെടുപ്പിനെത്തിക്കും. ഇവർക്ക് സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും. വിവാഹങ്ങൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ലെന്നും സ്നേഹം മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. രേഷ്മയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ഉഴമലക്കൽ പഞ്ചായത്തിലെ മെമ്പറുടെ വീട്ടിലായിരുന്നു കല്യാണത്തലേന്ന് രേഷ്മയെ പാർപ്പിച്ചത്. കല്യാണ ദിവസം രേഷ്മയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയെ തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മുൻ വിവാഹത്തിന്റെ രേഖകൾ ബാഗിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നാടകീയമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ആരോപണ വിധേയരായ ജീവനക്കാർ QR കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതിൻ്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം കള്ളി വെളിച്ചത്തായതോടെ ജാതി കാർഡും സ്ത്രീ പീഡനവും ഉൾപ്പെടെ ആരോപിച്ച് രംഗത്തെത്തിയ യുവതികളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. ഒളിവിൽ പോയ 3 വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങിയതായാണ് സൂചന. കവടിയാറിലെ O/OC എന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്
കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി, ദിവ്യ ഫ്രാങ്ക്ലിൻ, വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി ചെറുതോണിയിൽ കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ചുമട്ടുതൊഴിലാളിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മീൻകടയിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ സ്കൂട്ടറിൽ പോയ CATU തൊഴിലാളി കൃഷ്ണനെ പിക്കപ്പ് വാനിടിച്ച് വീഴ്ത്തുകയായിരുന്നു. ചെറുതോണി ടൗണിലെ തൊഴിലാളിയായ കൃഷ്ണനെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മീൻകട ഉടമ സുഭാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. മീൻപെട്ടി ഇറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കൂലി തർക്കമാണ് വൈകിട്ട് സംഘർഷത്തിൽ കലാശിച്ചത്. 8 മീൻപെട്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞ് ചുമട്ടുതൊഴിലാളി കൃഷ്ണൻ കൂലി ആവശ്യപ്പെട്ടെങ്കിലും 7 പെട്ടികളാണ് ഇറക്കിയതെന്ന നിലപാടിലായിരുന്നു കടയുടമകളായ സുരേഷും സഹോദരൻ സുഭാഷും. കൂലി തർക്കത്തിൽ ഇവർ തമ്മിൽ കടയിൽ വെച്ച് സംഘർഷമുണ്ടായി. പിന്നീട് കടയിൽ നിന്നും പോയ കൃഷ്ണൻ സ്കൂട്ടറിൽ പോകുന്നത് കണ്ട് പുറകെ പിക്കപ്പുമായി ചെന്ന് സുഭാഷ് കൃഷ്ണനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നെന്നാണ് പരാതി. സംഭവം നേരിൽ കണ്ട ഇടുക്കി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇടപെട്ട് സുഭാഷിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളുടെ സഹോദരൻ സുരേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പൊതുസ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിലിടപെട്ട് പുലിവാല് പിടിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എറണാകുളം സ്വദേശി ജൻസീർ മറ്റൊരു നാട്ടിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നം കൂട്ടഅടിയിൽ കലാശിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വഴിയിൽ നിന്ന യുവാക്കളുമായി ജൻസീർ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പിന്നീടവർ ജൻസീറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി എക്സലൻസി ബാറിന് മുന്നിൽ നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം സ്വദേശി ജൻസീറിനാണ് മർദ്ദനമേറ്റത്. 2 അംഗ സംഘം യുവാവിനെ അസഭ്യം പറയുകയും മുഖത്തും നെഞ്ചത്തുമിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. താഴെ വീണിട്ടും പിന്നെയും ക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി 23-കാരൻ ഷാഫി, ശാസ്താംകോട്ട സ്വദേശി 24-കാരനായ അല്ലമീൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്.
ബുധനാഴ്ച രാത്രി കരുനാഗപ്പള്ളിയിലെ ബാറിന് സമീപം വെച്ച് ജൻസീറുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ആക്രമിക്കുകയുമായിരുന്നു. ജൻസീർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷമീർ, ആഷ്നി, സീനിയർ CPO-മാരായ ഹാഷിം, പ്രശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. ഇടുക്കിയിൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും മുറിച്ചു കടത്തിയ ചന്ദനം വിൽക്കാൻ ശ്രമിച്ച കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദന മുട്ടികൾ മുറിച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിലായി. കമ്പംമെട്ട് സ്വദേശികളായ പല്ലാമറ്റം സിരിച്ചൻ, സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവിടെ മുൻപ് നടന്നിട്ടുള്ള ചന്ദനമോഷണവുമായി ബന്ധമുള്ളവരാണ് പിടിയിലായ 2 പേരും. സ്വദേശികളായ പല്ലാമറ്റം സിബിച്ചൻ, സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനമുട്ടികളാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. മുണ്ടിയേരിമയിലുള്ളയാളുടെ ഭൂമിയിൽ നിന്നും മോഷ്ടിച്ചു കടത്തിയ ചന്ദനമരം സിബിച്ചന്റെ കമ്പംമേട്ടിലെ വീട്ടിലെത്തിച്ച് കാതൽ ചെത്തി ഒരുക്കുകയായിരുന്നു. പിന്നീട് വിൽപ്പന നടത്തുന്നതിനായി ശ്രമിച്ചു. തൂക്കുപാലം മേഖലയിൽ ചന്ദനം വിൽക്കാൻ പ്രതികൾ ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയ വനം വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മുൻപ് നടന്നിട്ടുള്ള ചന്ദനമോഷണവുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം തിരൂർ തൃക്കണ്ടിയൂരിൽ മോഷണം തുടർക്കഥയാണ്. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച പതിവായി നടക്കുന്നത്. കഴിഞ്ഞ രാത്രി തൃക്കണ്ടിയൂരിൽ വീട് കുത്തിത്തുറന്ന് സ്വർണം കവർന്നു. തൃക്കണ്ടിയൂർ സ്വദേശി ബാബുവിൻ്റെ വീട്ടിലാണ് മോഷണമുണ്ടായത്. വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ്. വിരലടയാള വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. തുടർച്ചയായുള്ള മോഷണം പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തിരൂർ തൃക്കണ്ടിയൂർ ഭാഗങ്ങളിൽ മോഷണം പതിവാകുകയാണ്. തൃക്കണ്ടിയൂർ സ്വദേശി മേലെ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് ഒടുവിൽ മോഷണം നടന്നത്. മെയ് മാസം 30-ന് കുടുംബം ബംഗളൂരുവിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തെത്തിയപ്പോഴാണ് വാതിൽ തകർത്തതാണെന്ന് വ്യക്തമായത്. തുടർന്ന് തിരൂർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു. വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സ്വർണം കവർന്നിട്ടുണ്ട്. വീട്ടുകാർ വന്നെങ്കിലേ കൃത്യമായ നഷ്ടം വ്യക്തമാകൂ. വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർത്ത നിലയിലാണ്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് രാത്രിയിൽ പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. ഒരാവേശത്തിന് എടുത്തുചാട്ടം നടത്തുന്നവരുണ്ട്. അവർ പെട്ടെന്നുള്ള വികാരത്തിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും. കോഴിക്കോട് മുക്കത്ത് കൂട്ടുകാരോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കെ പിണങ്ങി ടിപ്പറിന് മുന്നിലേക്ക് എടുത്തുചാടിയ വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ടിപ്പറിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥി ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിൽ രക്ഷപ്പെട്ടു. വിദ്യാർത്ഥി ആരാണെന്നോ എന്തിനാണ് ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നോ വ്യക്തമല്ല.
കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 സംഭവം. കോഫി ഷോപ്പിന് മുന്നിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന 3 കുട്ടികളിൽ ഒരാളാണ് പിണങ്ങി റോഡിലേക്ക് ഇറങ്ങുകയും ടിപ്പർ വന്നപ്പോൾ മുന്നിലേക്ക് ചാടുകയും ചെയ്തത്. വിദ്യാർത്ഥി സ്കൂട്ടറിലിരിക്കുകയായിരുന്നു. സമീപം ഒരു പെൺകുട്ടിയടക്കം 2 പേർ സംസാരിച്ചു നിൽക്കുന്നതും വീഡിയോയിൽ കാണാം. ഇതിനിടെ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥി റോഡിലേക്ക് നടന്നു. ആദ്യം നടന്നു നീങ്ങിയ ഇയാൾ ടിപ്പർ ലോറി വരുന്നത് കണ്ട് റോഡിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നാൽ ടിപ്പർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് വിദ്യാർത്ഥി രക്ഷപ്പെട്ടു. കാര്യമായ പരിക്കുമേറ്റിട്ടില്ല. നേരത്തെ വിദ്യാർത്ഥിയെ കണ്ട് വേഗം കുറച്ചതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് ടിപ്പർ ഡ്രൈവർ കാരശ്ശേരി സ്വദേശി സുധീഷ് പറഞ്ഞു. വൈകുന്നേരം ഇവിടെ നിന്ന് ലോഡ് കൊണ്ടുപോയിന്. ലോഡ് കട്ടാങ്ങൽക്ക് കട്ടാങ്ങലെത്താൻ നേരത്ത് നമ്മളെ കള്ളന്തോട് പമ്പ് കഴിഞ്ഞതിന് ശേഷം കയറ്റത്ത് കയറി പോകുമ്പോൾ ചെക്കൻ ഓടി വരുന്ന ഞാൻ കണ്ടിന്. ഞാൻ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വെച്ചിട്ട് സ്ലോ ആക്കി കൊടുത്ത് ശേഷം റോഡ് മുക്ക് ഇറങ്ങി വണ്ടീൻ്റെ മുന്നിലേക്ക് പാഞ്ഞു വരികയാണ്. ഞാൻ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് അവന് വണ്ടിമ വന്ന് അടിച്ചതാണ്. ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അവൻ്റെ കമ്പനിക്കാരൊക്കെ പാടാണ് വീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഓടി തന്നെ കണ്ടുകൊണ്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഞാൻ സ്ലോ ആക്കി വണ്ടി, അല്ലെങ്കിൽ നോക്കണ്ട വണ്ടി തട്ടും. മുക്കത്തു നിന്ന് കട്ടാങ്ങലിലേക്ക് ലോഡുമായി പോവുകയായിരുന്നു ലോറി. കളന്തോട് MES കോളേജിലെ വിദ്യാർത്ഥിയാണ് ഓടുന്ന ടിപ്പർ ലോറിക്ക് മുന്നിൽ ചാടിയത്. വിദ്യാർത്ഥി ആരാണെന്നോ എന്തിനാണ് ടിപ്പർ ലോറിക്ക് മുന്നിൽ ചാടിയതെന്നോ വ്യക്തമായിട്ടില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. കപ്പൽ അപകടങ്ങളിൽ സർക്കാരിനോട് കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ഇതേ കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. നഷ്ടം കപ്പൽ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിക്കണം. പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതിനിടെ കപ്പൽ കമ്പനിക്ക് 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണമെന്ന അന്ത്യശാസനവുമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും രംഗത്തെത്തി. തുടർച്ചയായുണ്ടായ കപ്പൽ അപകടങ്ങളിൽ നടപടി കൂടുതൽ കടുപ്പിക്കുകയാണ് ഹൈക്കോടതി. ചെലവാകുന്ന മുഴുവൻ തുകയും കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കണം. ഇതിനായി ഇതേ കമ്പനിയുടെ കപ്പൽ തടഞ്ഞുവെക്കുവാനും കോടതി നിർദ്ദേശം നൽകി. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചല്ല നഷ്ടം നികത്തേണ്ടത്. ഏതൊക്കെ തരത്തിൽ നഷ്ടപരിഹാര തുക കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യാമെന്നും അറിയിക്കണം. മത്സ്യനഷ്ടം, സാമ്പത്തിക നഷ്ടം എന്നിവയെല്ലാം കമ്പനിയിൽ നിന്നും ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊച്ചിയിലെ അപകടത്തിൽ എണ്ണച്ചോർച്ചയാണ് പ്രശ്നമെന്നും കണ്ണൂർ അഴീക്കൽ കപ്പൽ അപകടത്തിൽ അപകടകരമായ കെമിക്കൽ മെറ്റീരിയലുകൾ ഉണ്ടായിരുന്നുവെന്നും AG ഹൈക്കോടതി അറിയിച്ചു. പരാതി കിട്ടിയാൽ മാത്രമേ സർക്കാരിന് കേസെടുക്കാനാകൂവെന്നും ഹൈക്കോടതി അറിയിച്ചു. ഇതോടെ അമിക്കസ് ക്യൂരിയെ നിയമിക്കാമെന്നും നടപടിക്രമങ്ങൾ കാലതാമസം ഉണ്ടാകരുതെന്നും കോടതി നിർദ്ദേശം നൽകി. അതേസമയം കപ്പൽ കമ്പനികൾക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അന്ത്യശാസനം നൽകി. MSC എൽസ 48 മണിക്കൂറിനുള്ളിൽ എണ്ണച്ചോർച്ച നീക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങണം. അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കും. വാൻ ഹൈലൻ ഷിപ്പിംഗ് കമ്പനിക്കും മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണമെന്നും നിർദ്ദേശം നൽകി. കപ്പൽ അപകടങ്ങളിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചതായി കോസ്റ്റൽ AIG വ്യക്തമാക്കി. നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗളപുര മാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കേസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല. സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വി ആർ ടേക്കിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. സ്റ്റേറ്റ്മെന്റ് വിൽ ടേക്ക് ടൈം. പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എടുത്തിട്ടില്ല. ദിവസങ്ങൾ ഇടവിട്ടായിരുന്നു കൊച്ചി കോഴിക്കോട് പുറംകടലിൽ 2 കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അശ്രദ്ധയോടെ കപ്പലോടിച്ച് അപകടമുണ്ടാക്കി, വിഷരാസ സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഇടുക്കി കാഞ്ചിയാറിൽ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ചിയാർ കക്കാട്ട് ഉദയന്റെ മകൾ പാർവതിയാണ് വീടിനോട് ചേർന്നുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം അരുവിക്കരയിലും പരിസര പ്രദേശങ്ങളിലും പാൻപരാഗിന്റെ ഫ്ലേവർ അടങ്ങിയ മിഠായി വിൽക്കുന്നതായി പരാതി. എക്സൈസും ഫുഡ് സേഫ്റ്റി വിഭാഗവും സംയുക്ത പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൊല്ലത്ത് നിരോധിത പുകയില ഉൽപ്പന്നവുമായ ഒരാൾ പിടിയിൽ. ആദിനാട് സ്വദേശി ദാമോദരനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടിച്ചു. കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ 3 കിലോ 700 ഗ്രാം കഞ്ചാവാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. MDMAയുമായി 2 യുവാക്കൾ തൃത്താല പോലീസിന്റെ പിടിയിൽ. സൗത്ത് തൃത്താല സ്വദേശി മുഹമ്മദ് മുർഷിദ്, മുടപ്പക്കാട് സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വിളയൂരിൽ അനധികൃത മദ്യവിൽപ്പന പിടികൂടി. എടപ്പലം സ്വദേശി ഉണ്ണികൃഷ്ണൻ അറസ്റ്റിൽ. നിരവധി സുഹൃത്തുക്കളുള്ളവരാണ് നമ്മളൊക്കെ. ചിലർ കാര്യം കാണാൻ സൗഹൃദം നടിക്കും, നമ്മളെ പല രീതിയിൽ ദുരുപയോഗം ചെയ്യും. എന്നാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവർ നമ്മളിൽ നിന്നും അകലം പാലിക്കും. ആരാണ് യഥാർത്ഥ സുഹൃത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവർ മാത്രമല്ല, ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായാലും മനസ്സൊന്ന് പതറിയാലും നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ് സുഹൃത്തുക്കൾ. നമ്മുടെ വീഴ്ചയിൽ താങ്ങാകുന്നവരും ഉയർച്ചയിൽ പ്രോത്സാഹിപ്പിക്കുന്നവരും നമുക്ക് എന്നും ഒരു കരുത്താണ്. എന്നാൽ ഇക്കാലത്ത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ടെന്ന് ചിന്തിക്കുക. നല്ല സൗഹൃദങ്ങൾ എക്കാലത്തും കാത്തു സൂക്ഷിക്കണം. ചതിക്കുന്നവരെ അകറ്റി നിർത്തണം. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.